മുഖ്യമന്ത്രിക്ക് ഒരു ശൈലി മാറ്റം വേണമെന്ന ആവശ്യം വളരെ നാളുകളായി CPM-ൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ മുഖ്യമന്ത്രിയോട് അത് നേരിട്ട് പറയാൻ ധൈര്യം ആർക്കുമില്ലാത്തതുകൊണ്ട് അണികളും നേതാക്കളുമൊക്കെ ഇതൊരു അടക്കം പറച്ചിലാക്കി ഉള്ളിലൊതുക്കി. മുഖ്യമന്ത്രിയും LDF സർക്കാരും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വാദങ്ങളൊക്കെ ഉയർത്താറുണ്ടെങ്കിലും ജനമനസ്സുകളിൽ നിന്നും ജനങ്ങൾക്കിടയിൽ നിന്നുമൊക്കെ അകന്നു തുടങ്ങിയത് പാർട്ടി നേതൃത്വത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്നവരുടെയും ഒക്കെ മനസ്സിലും നെഞ്ചിലുമൊക്കെ ഒരു നോവായി മാറുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് പലരും പരസ്യമായി തന്നെ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുവാൻ തുടങ്ങി. എന്നാൽ മുഖ്യമന്ത്രിയും മരുമകനും മകളും മാത്രം ഇത് ഭരണവിരുദ്ധ വികാരമല്ലെന്നും കേരളത്തിൽ അങ്ങനെയൊന്ന് അലയടിച്ചിട്ടില്ല എന്നും നരേന്ദ്രമോദിയോടുള്ള അമർഷം ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്ത് തീർത്തതാണ് എന്ന മുടന്തൻ ന്യായം പറഞ്ഞും അത് ഒഴിവാക്കുകയാണ്. എന്നാൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി പിണറായിസത്തെ ആളുകൾ വെറുത്തിട്ടുണ്ട് എന്നത് തൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് അംഗീകരിക്കാനുള്ള മടി പിണറായിയുടെ മനസ്സിൽ എക്കാലവും ഉണ്ടതാനും. തൻ്റെ യാത്രാമധ്യേ ഇറങ്ങി വരുന്ന ജനങ്ങളെ ഒന്ന് കൈവീശി കാണിക്കാൻ പോലും പഠിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ മാടമ്പിത്തരം വെച്ച് പുലർത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളായി പിണറായി മാറിയിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം നവകേരള സദസ്സിലും ജനങ്ങൾ കണ്ടതാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഇത്ര വലിയ ഒരു തോൽവി കേരളത്തിൽ LDF നേരിട്ടത് എന്ന യാഥാർത്ഥ്യം മാധ്യമങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് അണികളും നേതാക്കളുമൊക്കെ പറഞ്ഞിട്ടും പിണറായി വിജയനും കുടുംബവും അത് അംഗീകരിക്കാനേ തയ്യാറാവുന്നില്ല. വീണ്ടും നിയമസഭയിൽ പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ മുഹമ്മദ് റിയാസും മന്ത്രിമാരുമൊക്കെ ഇങ്ങനെ ഒരു സംഗതി കേരളത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും CPM പാർട്ടി നേതൃത്വത്തിൽ ഇതൊന്നും ചർച്ചയായിട്ടില്ല എന്നും പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തോമസ് ഐസക്കിന് പുറമെ MV ഗോവിന്ദനും മറ്റ് CPM നേതാക്കളുമൊക്കെ CPM നേതൃയോഗത്തിൽ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തിന് മുറവിളി കൂട്ടുന്നുമുണ്ട്. മാത്രമല്ല ഭരണവിരുദ്ധ വികാരവും പ്രത്യേകിച്ച് പിണറായിത്തോടുള്ള എതിർപ്പും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് തന്നെ അവർ ഉറക്കെ വിളിച്ചു പറയുന്നുമുണ്ട്. തോമസ് ഐസക്കും MV ഗോവിന്ദനും അത് പരസ്യമായി പറയുമ്പോൾ മറ്റു നേതാക്കളൊക്കെ അടക്കമായി പറഞ്ഞുകൊണ്ടും പിണറായിസത്തിനെതിരെ ഇപ്പോൾ കൊടുവാൾ ഉയർത്തിയിരിക്കുന്നു. കണ്ണൂരിലടക്കം പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായതും BJP ഇവിടെയൊക്കെ പ്രാതിനിധ്യമുണ്ടാക്കിയെടുത്തതും തൃശ്ശൂരിൽ വിജയിച്ചു കയറിയ സുരേഷ് ഗോപി MP കണ്ണൂരിലെത്തി EK നായനാറുടെ വീട്ടിൽ ശാരദ ടീച്ചറെ കണ്ടതുമൊക്കെ പൊതുവിൽ പാർട്ടി നേതൃത്വത്തിലും പാർട്ടി കേന്ദ്രങ്ങളിലുമൊക്കെ അരോസരങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതുമാത്രമല്ല, ക്ഷേമ പെൻഷൻ മുടങ്ങിയതും നവകേരള സദസ്സും ന്യൂനപക്ഷ പ്രീണനവുമൊക്കെ CPM ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇടതുപക്ഷത്തെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കാതെ തള്ളിക്കളഞ്ഞത് എന്ന് പൊതുവിലൊരു ആലോചനയും ചർച്ചകളുമൊക്കെയുണ്ട്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഈ ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ട് ഇത് മാധ്യമ സൃഷ്ടിയാണെന്നും മാപ്രകളാണ് ഈ കഥകളൊക്കെ ഉണ്ടാക്കി വീണ്ടും പാർട്ടിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വീണ ജോർജും പിണറായി വിജയനും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൂടെ നിൽക്കുന്നവർ പോലും മാറി നിൽക്കുന്ന പ്രവണത ഉണ്ടായിട്ടും സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം CPM-ൽ തന്നെ ആഞ്ഞടിച്ചിട്ടും തൻ്റെ ശൈലി മാറ്റത്തിൻ്റെ ആവശ്യകതയില്ലെന്നും ജനങ്ങളുടെ അടുത്തേക്ക് താൻ ഇനി നടന്നെടുക്കേണ്ടതില്ല എന്നും തീരുമാനിച്ച് ഇതാണ് തൻ്റെ ആശയവും തൻ്റെ രീതിയും എന്ന് മുറുകെ പിടിച്ച് ആ കസേരയിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വരുന്ന നാളുകൾ മുൻപിലുള്ളത് വെല്ലുവിളി നിറഞ്ഞ വർഷങ്ങളും ഒരു ഭരണ രീതിയുമൊക്കെ ആയിരിക്കാം.